ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ഫുൾ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അപ്പോൾ ഒരു 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം വെളുത്തുള്ളി, ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിനുള്ള പട്ടയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കോലോ ഒരു 3 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചതച്ചെടുത്ത അരപ്പിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് തൈര്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫുൾ ചിക്കനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഓരോന്നിനെയും 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കുത്തുകളൊന്ന് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ അരപ്പൊക്കെ ഒന്ന് പുരട്ടണ നേരത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു ടേസ്റ്റ് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എല്ലാ പീസിലും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാൻ നോക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ അരപ്പൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് അരപ്പൊക്കെ പിടിക്കാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം ഇതുപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനെല്ലാം ഞാനൊന്ന് വേവിച്ചതിന് ശേഷമാണ് ഒന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബാക്കിയുള്ള അരപ്പും കൂടെയൊക്കെ ഒഴിച്ച് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിലേക്ക് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊരു 4 പീസ് ഞാൻ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടാണ്, കൈയൊക്കെ ഒന്ന് പൊള്ളാതെ നോക്കണം. അപ്പോൾ ഫസ്റ്റ് 4 എണ്ണം വെച്ച് നമുക്കിതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ പുറത്ത് അടുപ്പിലാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മുടെ ചിക്കൻ ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചൂടൊക്കെ തട്ടി ആ ഒരു മണം കിട്ടണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യം ഒരു ഭാഗം ഒന്ന് ബ്രൗൺ നിറമാവുന്നതിന് ശേഷം വീണ്ടും ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ച് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മാറ്റാം. അപ്പോൾ എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.